നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല സൺഡേ. ഓണം വരാൻ ഇനി അധിക ദിവസങ്ങളില്ല അല്ലേ? ഈ ഞായറാഴ്ചയുടെ അടുത്ത ഞായറാഴ്ച ജസ്റ്റ് ഒരു 1 വീക്കേ ഉള്ളൂ. അപ്പോൾ 1 വീക്കിൽ ഇപ്രാവശ്യം ഓണം നമുക്കൊരു മാസത്തോളം കിട്ടി. കാരണം 2 തിരുവോണം വന്നതുകൊണ്ട് തന്നെ അവസാനത്തേക്കായി, സെപ്റ്റംബർ അവസാനത്തേക്കായി ഓണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്രാവശ്യം ഓണം 10 ദിവസമായിരുന്നില്ല, ഒരു മാസം എല്ലാവരും ഓണം ആഘോഷത്തിലാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹെൽത്ത് അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ കുറെ കാലമായിട്ട്, ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് നമ്മളൊരു ഭീതിയിലായിരുന്നു. മങ്കി പോക്സ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്നതായിട്ടുള്ള വിവരം നമുക്കൊക്കെ അറിയാം അല്ലെ? അപ്പോൾ എന്നാണ് അത് ഇന്ത്യയിലേക്ക് വരിക എന്നുള്ള ഒരു ആശങ്ക പലരും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലേക്ക് വരാത്തത് കൊണ്ടും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടുമാണ് ഇത്രയും ദിവസം നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാതിരുന്നത്. കാരണം ഇപ്പോൾ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയൊക്കെ WHO, ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം 12 ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് മങ്കി പോക്സ്. നമുക്ക് മങ്കി പോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിക്കൻ പോക്സ് പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, കാണുമ്പോൾ ഏകദേശം അതുപോലെ. പക്ഷെ ചിക്കൻ പോക്സ് പോലെ അല്ല അതിന്റെ സ്വഭാവങ്ങൾ, കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പൊ ചിക്കൻ പോക്സ് വാക്സില വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് ചിക്കൻ പോക്സ്. അപ്പോൾ ഇത് മങ്കി പോക്സ് വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് മങ്കി പോക്സ്. ഓക്കെ, അപ്പൊ മങ്കി പോക്സ് വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓർത്തോപോക്സ് വൈറസ് എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു ടൈപ്പ് വൈറസ് ആണ്. ഇപ്പോൾ എത്രയോ വൈറസുകളുണ്ട്, അതിലൊരു ടൈപ്പ് വൈറസ് ആണ്. അപ്പൊ ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എത്രയോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ. അപ്പോൾ ഒബ്വിയസ്ലി എല്ലാ രാജ്യങ്ങളിലേക്കും അത് പടർന്നു പിടിക്കുന്നതിന്റെ കൂടെ തന്നെ ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. ഇപ്പോ നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു കേസ് സസ്പെക്ട് ചെയ്യുന്ന, അതായത് ആ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിരിക്കുന്ന ഒരാളിൽ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തുകയും അദ്ദേഹത്തെ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മങ്കി പോക്സ് സ്ഥിരീകരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, കൺഫേം ചെയ്തിട്ടില്ല. കേസ് സസ്പെക്റ്റഡ് ആണ്, ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി കൂടുതൽ ടെസ്റ്റിംഗ് റിപ്പോർട്ടുകൾ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് മങ്കി പോക്സ് എന്നും എങ്ങനെയാണ് അത് പകരുന്നത് എന്നും എന്താണ് ലക്ഷണങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഞാൻ പറഞ്ഞ പോലെ മങ്കി പോക്സ് എന്ന് പറയുന്നത് ഒരു വൈറസ്, മങ്കി പോക്സ് വൈറസ് പകർത്തുന്ന രോഗമാണ്. ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക്, മങ്കി പോക്സ് രോഗമുള്ള ഒരു മനുഷ്യരിൽ നിന്ന് വേറെ മനുഷ്യരിലേക്ക് പകരാം. അതുപോലെ തന്നെ മങ്കി പോക്സ് രോഗമുള്ള ഒരു ജീവിയിൽ നിന്ന്, ഇപ്പൊ നമ്മള് ആഫ്രിക്കയിലൊക്കെ ഇപ്പൊ അങ്ങനെ, അതായത് ഒരു അനിമലിൽ നിന്ന്, ഇപ്പൊ നമ്മൾ ഹണ്ടിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും പടരാം. ഒപ്പം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാം, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാം. പിന്നെ ഒരു മനുഷ്യൻ ഉപയോഗിച്ച സംഗതികൾ ഉപയോഗിക്കുന്നതിലൂടെ, അതായത് ഇപ്പോൾ എനിക്ക് മങ്കി പോക്സ് ഉണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ച ബെഡ്ഷീറ്റുകൾ അല്ലെങ്കിൽ എന്റെ സ്രവങ്ങളായിട്ടുള്ള ഞാൻ ഉപയോഗിച്ച എന്തെങ്കിലും ഒരു സംഗതികൾ വേറൊരു മനുഷ്യൻ, ഞാനുമായി ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല എങ്കിലും ഞാൻ ഉപയോഗിച്ച സംഗതികളൊക്കെ ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ അതിലൂടെയും ഇത് പകരാം. പിന്നെ മങ്കി പോക്സിൽ ഒരു അമ്മയിൽ നിന്ന്, ഗർഭസ്ഥയായ ഒരു അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് മങ്കി പോക്സ് ഗർഭാവസ്ഥയിൽ തന്നെ പടരാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പടരുന്നത്. പിന്നെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ ഒരു മങ്കി പോക്സ് വൈറസ് നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 21 ദിവസമാണ് പറയുന്നത്. 21 ദിവസത്തിനുള്ളിൽ നമുക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? വളരെ ശക്തമായ പനി, വേദന, പേശിവേദന, ക്ഷീണം, ഛർദി. പിന്നെ ഇതിൽ വളരെ എവിഡന്റ് ആയിട്ടുള്ളത് ഇതിന്റെ റാഷസ് ആണ്. നിങ്ങൾ അതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പണ്ടത്തെ നമ്മുടെ വസൂരിയൊക്കെ പോലെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നും. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കാണുന്നത് പാംസ് ആൻഡ് സോൾസിലാണ്. അതായത് നമ്മുടെ കൈവെള്ളയിലും അതിന്റെ കാലിന്റെ വെള്ളയിലുമാണ് ഇത് കൂടുതൽ കാണുക. പിന്നെ നമ്മുടെ പൃഷ്ഠഭാഗത്ത്, അതുപോലെ സ്വകാര്യ ഭാഗങ്ങളില്, വായില്, ത്രോട്ടില് ഒക്കെ ഇതിന്റെ ഈ ലീഷൻസ്, ഈ റാഷസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ റാഷ് തുടങ്ങുന്നത് ഒരു ചെറിയ ഒരു റെഡ് കളർ റാഷ് പോലെ വന്ന് പിന്നെ അതൊരു കുമിളയായിട്ട് രൂപപ്പെടും, ഒരു ബ്ലിസ്റ്റർ ആയിട്ട് രൂപപ്പെടുകയും, വെള്ളം നിറഞ്ഞ കുമിള പോലെ ഉള്ള ഒരു ബ്ലിസ്റ്റർ ആയിട്ട് രൂപപ്പെടുകയും കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടി അത് ഉണങ്ങി ക്രസ്റ്റ് ചെയ്ത് പൊഴിഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ലീഷൻ. നമ്മുടെ ചിക്കൻ പോക്സ് പോലെയല്ല, കുറച്ചുകൂടി നമ്മുടെ കൈകാലിന്റെ ഒക്കെ ഉൾഭാഗത്ത് കൂടുതലായിട്ട് നിങ്ങൾ കാണുന്ന ഫോട്ടോസിലൊക്കെ കയ്യിലുള്ളതായിരിക്കും കണ്ടിട്ടുണ്ടാവുക. കയ്യിൽ ഇങ്ങനെ കുമിളകൾ വന്ന പോലെയാണ് കണ്ടിട്ടുണ്ടാവുക അല്ലെ? അപ്പോൾ അത് വളരെ ടിപ്പിക്കലാണ് ഇതില്. ഓക്കെ, അപ്പോ പനി ഈ പറയുന്ന കൈകാലുകളിലും വായിലും തൊണ്ടയിലും പൃഷ്ഠഭാഗങ്ങളിലും സ്വകാര്യ ഭാഗങ്ങളിലും ഒക്കെ കാണാൻ സാധ്യതയുള്ള റാഷുകൾ, വളരെ ശക്തമായ മേലുവേദന, പേശിവേദന, ഛർദി, ക്ഷീണം, ഇതൊക്കെയാണ് ഇതിന്റെ ടിപ്പിക്കലായിട്ടുള്ള ലക്ഷണങ്ങൾ. പിന്നെ നമ്മുടെ കഴലകളൊക്കെ, ലിംഫ് നോഡ് എന്ന് പറയും, നമ്മുടെ കഴലകളൊക്കെ വളരെ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ഉണ്ടയായിട്ട് നമുക്ക് കാണാൻ പറ്റും, എൻലാർജ് ലിംഫ് നോഡ്സ് കാണാൻ പറ്റും. പിന്നെ അതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ.
ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസിന്റെ ഒരു രോഗമായതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് അതിന് ഇന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയാനില്ല. പക്ഷെ മങ്കി പോക്സിന് വാക്സിനേഷൻ അവൈലബിൾ ആണ്, പ്രതിരോധ കുത്തിവയ്പ് അവൈലബിൾ ആണ്. പ്രതിരോധ കുത്തിവയ്പ് എടുത്താൽ നമുക്കിതിനെ പ്രതിരോധിക്കാനും രോഗത്തിന്റെ ഒരു വ്യാപ്തി കുറയ്ക്കാനും നമുക്ക് സാധിക്കും കേട്ടോ. സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് നോർമലി. സാധാരണ രീതിയിൽ ഒരു മാസത്തോളം എടുക്കും അത്ര ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ പറയുന്ന കുമിളകളും അതുപോലെ റാഷുകളൊക്കെ ഒന്ന് സബ്സൈഡ് ചെയ്ത് രോഗി പൂർണ്ണാവസ്ഥയിലേക്ക് വരാൻ. ഇത് വലിയ ലീതലായിട്ടുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമൊന്നുമല്ല, അതായത് ഒരു മനുഷ്യജീവൻ അപകടമുണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള രോഗമൊന്നുമല്ല. പിന്നെ സാധാരണയുള്ള വൈറൽ ഡിസീസസ് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ്, അതിപ്പോ ഏതൊരു വൈറൽ ഡിസീസ്, ഇപ്പോൾ ചിക്കൻ പോക്സ് ആവട്ടെ, പിന്നെ അതുപോലെ മംസ് ആവട്ടെ, ഇപ്പൊ അഞ്ചാമ്പനി ആവട്ടെ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് അത് തലച്ചോറിനെ ബാധിക്കാം, ആന്തരിക അവയവങ്ങളെ ബാധിക്കാം, അങ്ങനെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാം. അതേ കോംപ്ലിക്കേഷൻസ് തന്നെ ഈ മങ്കി പോക്സിനുണ്ട്, അത്രയേ ഉള്ളൂ. അതർവൈസ് ഇത് അങ്ങനെ ഒരു മനുഷ്യന് എന്താ പറയുക ഭയങ്കരമായ അപകടം ഉണ്ടാക്കുന്ന ഒരു ലീത്തൽ ഡിസീസ് എന്നൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയുമാണ് മങ്കി പോക്സിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ. എന്തെങ്കിലും ഇനി സംശയങ്ങളുണ്ടോ? മങ്കി പോക്സിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ? പറയൂ. യെസ്. അപ്പോ എന്തായാലും നമ്മൾ ഇന്ത്യയിൽ ഇത് കേസ് റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കണമല്ലോ. നമ്മുടെ പേജിൽ പ്രത്യേകിച്ച് നമുക്കൊരു ഹെൽത്ത് അപ്ഡേറ്റ് ആണത്. അപ്പൊ അതുകൊണ്ട് ഇതിനെപ്പറ്റി ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഒന്നും പേടിക്കാനൊന്നുമില്ല. ഇനിയിപ്പോ ഇത് മങ്കി പോക്സ് ആണെന്ന് സ്ഥിരീകരിച്ചാലും അത് നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആണ്. ഒരു തരത്തിലും ഇത് അങ്ങനെ പടർന്നു പിടിച്ച് ഒരു വലിയ മഹാമാരി ആവുന്നില്ല, ഒന്നും പേടിക്കാനില്ല കേട്ടോ. യെസ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ മങ്കി പോക്സിനെ പറ്റിയിട്ട്? പിന്നെ എല്ലാവരുടെയും ഓണം സെലിബ്രേഷൻസ്, ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ എന്ത് പറയുന്നു? നന്നായി പോകുന്നോ? യെസ്. എനിക്കിവിടെ കണക്ഷന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. അത് കാരണം നിങ്ങളുടെ മെസ്സേജുകളെല്ലാം എനിക്ക് ഒരുമിച്ചിട്ടൊക്കെയാണ് അങ്ങനെ വരുന്നത്. കുറേ എണ്ണം സ്റ്റക്ക് ആവുന്നുണ്ട്, കുറച്ച് കണക്ഷൻ ഇഷ്യൂ ഉണ്ട്, എന്തോ ഇന്ന് സ്പീഡ് കുറവാണ്. യെസ്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇനി മങ്കി പോക്സിനെ പറ്റി ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ വേറെ നമുക്ക് ഒരു 5 മിനിറ്റ് വെറുതെ വിശേഷങ്ങളൊക്കെ പറയാം. സുഖമായിരിക്കണം എല്ലാവരും? വേറെ എന്തൊക്കെയുണ്ട്? ഇവിടെ നല്ല സുഖം. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ അവിടെ ഇപ്പോൾ 7 മണി അല്ലെ, 5, ഇവിടെ ഇപ്പോൾ 5:25 ആവുന്നു. അവിടെ ഇപ്പോൾ 6:55 ആയിട്ടുണ്ടാവും അല്ലേ? 6:55 ആവാറായിട്ടുണ്ടാവും, 7 മണിയാവണു അല്ലേ? സജീവ് എന്റെ ബുക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സജീവ്, വാങ്ങിയതിന് വളരെയധികം നന്ദി. ബുക്ക് വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങുക. DC-യിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്നുള്ളതാണ് നമ്മുടെ ബുക്കിന്റെ പേര്. വാങ്ങാത്തവര്, ആഗ്രഹിക്കുന്നവര് വാങ്ങൂട്ടോ. എല്ലാത്തിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും, ഫ്ലിപ്കാർട്ട്, ആമസോൺ, DC-യുടെ ഓൺലൈൻ ബുക്ക് സ്റ്റോർ എല്ലാത്തിലും അവൈലബിൾ ആണ്. വളരെ കുറച്ച് ദിവസങ്ങളിൽ ഇനി UAE-യിലും അവൈലബിൾ ആവും. UAE-യില് ആമസോൺ UAE-യില് ഇപ്പോൾ മേ ബി ഒരു വിത്തിൻ 2 വീക്സ് നമുക്ക് അവൈലബിലിറ്റി കിട്ടും കേട്ടോ. വളരെ തമാശയുള്ള പല പല മെസ്സേജുകളും വരുന്നുണ്ട്. കഷ്ടം, നമ്മുടെ ഡോക്ടർ ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ ആരൊക്കെയോ വളരെയധികം പരിതപിക്കുന്നുണ്ട്. കുട്ടൻ പ്രദീപ്, എന്ത് ചെയ്യാനാണ് കുട്ടൻ പ്രദീപെ, ഞാൻ ഇങ്ങനെ ആയി പോയി, പറ്റുമെങ്കിൽ സഹിക്കൂ, ഇല്ലെങ്കിൽ അൺഫോളോ ചെയ്തു പോകൂ, വേറെ എന്ത് ഞാൻ പറയും. എന്തായാലും ഞാൻ ഇങ്ങനെയാണ്, മാറാൻ തൽക്കാലം ഉദ്ദേശമില്ല. മോൺസി പറയുന്നുണ്ട് ബുക്ക് വാങ്ങി, അടിപൊളിയാണ്. താങ്ക് യു മോൺസി, താങ്ക്സ് എ ലോട്ട്. വായിച്ചതിൽ വളരെ സന്തോഷം, അഭിപ്രായം പറഞ്ഞതിൽ അതിലേറെ സന്തോഷം. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും പറയണം കേട്ടോ. എനിക്ക് നിങ്ങളുടെ ഞാൻ എഴുതുമ്പോൾ ഞാൻ വളരെ നന്നായി എന്ന് വിചാരിച്ചിട്ട് എഴുതുക അല്ലെ, പക്ഷെ വായിക്കുന്നവർക്കാണ് അത് നന്നായോ നിങ്ങൾക്ക് ഉപകാരപ്രദമായോ എന്നൊക്കെ പറയാൻ പറ്റുക. ഇതുവരെ എന്തായാലും വായിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ. എന്തായാലും നിങ്ങളുടെ പൈസ നിങ്ങൾ ചെലവാക്കുന്ന 150 രൂപയായിട്ടാണ് ഇപ്പോൾ ഓൺലൈൻ പ്രൈസ്. അതിന്റെ 150 രൂപ നിങ്ങൾക്ക് നഷ്ടാവില്ല എന്നുള്ളൊരു ചെറിയ ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും. വെൻ വിൽ ഇറ്റ് ബി അവൈലബിൾ ഇൻ ഖത്തർ? വേഗം വരൂട്ടോ നുഫീറ. ഇനിയിപ്പോ ഇല്ലെങ്കിലും നിങ്ങൾ DC-യുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അബ്രോഡ് ഷിപ്പ് ചെയ്ത് തരും. ഷിപ്പിംഗ് ചാർജ് കൊടുക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് DC-യുടെ ഓൺലൈൻ സ്റ്റോറിൽ പോയിട്ട് ബുക്ക് ചെയ്യാം. അബ്രോഡ് അവര് ഷിപ്പിംഗ് ചാർജ് എടുക്കുമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് ഷിപ്പ് ചെയ്ത് തരും കേട്ടോ. സെബ പറയുന്നത് ഞാൻ എപ്പോഴും ഹായ് ഇടും, റെസ്പോണ്ട് ചെയ്യാലോ. സോറി സെബ, ഞാൻ കാണാത്തോണ്ടായിരിക്കും. എല്ലാ മെസ്സേജുകൾ ഇങ്ങനെ പോണോണ്ടേ ഞാൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നല്ല കേട്ടോ. ഹായ് ഹായ് ഹായ്.
സതീഷ് ഹൗ ആർ യു ചോദിക്കുന്നുണ്ട്. ഐ എം സോ ഫൈൻ, ഐ എം ഡൂയിങ് ഗുഡ്. ഒരു കുഴപ്പമില്ല, സുഖമായിരിക്കണു, വളരെ സുഖമായിരിക്കണു. ഓണമൊക്കെ വരില്ലേ, അതിന്റെ ഒരു സന്തോഷത്തിലാണ്. ഹാപ്പി ഓണം മധു, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വളരെ നല്ല ബുക്കാണ് സാജൻ. താങ്ക് യു സാജൻ, താങ്ക് യു. ഇത് കേൾക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് അറിയോ? നിങ്ങൾക്ക് അറിയാലോ, ഒരു ബുക്ക് എഴുതണം, അത് മലയാളത്തിൽ ഒരു ബുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് നമുക്കത് ടൈപ്പ് ചെയ്യാനും. ഞാൻ അതെല്ലാം അതിൽ ഒരു വാക്ക് പോലും വേറൊരാൾ ടൈപ്പ് ചെയ്തിട്ടില്ല. ഞാൻ തന്നെയാണ് മലയാളത്തിൽ അത് മുഴുവനായി ഇരുന്ന് അടിച്ചുണ്ടാക്കിയത്. അപ്പൊ കുറെ റെഫർ ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ, ഒരു തെറ്റും വരരുതെന്നുള്ള അത്രയും ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഞാൻ എന്റെ ബുക്കിന് കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് അറിയുന്നത് അത്രയും സന്തോഷമുള്ള കാര്യമാണ്. മുഹമ്മദ് അലി പറയുന്നുണ്ട് ഡോക്ടർ സന്തോഷത്തിലാണ്. പിന്നെ അല്ലാണ്ട് എന്തിനൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നേ? ഇവിടെ ആകെ എത്ര ദിവസം ഉണ്ടെന്ന് നമുക്ക് അറിയുള്ളൂ. ദിവസങ്ങൾ സന്തോഷമായിട്ടിരിക്കൂ. പിന്നെ ഞാനൊരു കഥ പറയട്ടെ. എന്തായാലും ഈ സന്തോഷത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ കേട്ട കഥ തന്നെയായിരിക്കും കേട്ടോ. ഒരിക്കല് ചാർലി ചാപ്ലിൻ, നമുക്കൊക്കെ അറിയാലോ, ഭയങ്കര കൊമേഡിയൻ ആണ്. അപ്പൊ ചാർലി ചാപ്ലിൻ ഒരു വേദിയിൽ ഒരു തമാശ പറഞ്ഞു. അപ്പൊ ആ വേദിയിൽ ഇരിക്കുന്ന ആളുകൾ ആദ്യമായിട്ടാണ് ആ തമാശ കേൾക്കണത്. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചാർലി ചാപ്ലിൻ അതേ തമാശ തന്നെ ഒന്നുകൂടി പറഞ്ഞു. അപ്പൊ ആദ്യം ചിരിച്ച അത്ര ആളുകൾ ചിരിച്ചില്ല, കുറച്ച് പേരെ ചിരിച്ചുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തമാശ വീണ്ടും പറഞ്ഞു. അപ്പോൾ അതിലും കുറച്ച് ആളുകളെ ചിരിച്ചുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ തമാശ വീണ്ടും പറഞ്ഞു. നാലാമതും അതേ തമാശ പറഞ്ഞപ്പോൾ ആരും ചിരിച്ചില്ല. അപ്പോൾ ചാർലി ചാപ്ലിൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ ആരും ചിരിക്കാത്തെ? ഞാൻ ആദ്യം ഇതേ തമാശ പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചല്ലോ, പിന്നെന്താണ് സെയിം തമാശ നാലാമത്തെ തവണ പറഞ്ഞപ്പോൾ ഒരാൾ പോലും ചിരിക്കാതിരുന്നത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് അറിയുന്ന തമാശയല്ലേ, ഇതിലിനിയിപ്പോൾ എന്താ കൂടുതൽ തമാശയുള്ളത് ചിരിക്കാൻ എന്ന് ചോദിച്ചു. അപ്പോൾ ചാർലി ചാപ്ലിൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരേ തമാശ വീണ്ടും 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 കേട്ട് ചിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരേ ദുഃഖം വീണ്ടും 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 ആലോചിച്ച് നിങ്ങൾ എന്തിനു ദുഃഖിക്കണം? അല്ലെ, നമ്മളൊക്കെ അതല്ലേ ചെയ്യാറുള്ളത്? നമുക്കുള്ള എന്തെങ്കിലും ഒരു ദുഃഖം നമ്മൾ വീണ്ടും 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 അത് തന്നെ ആലോചിച്ച് വീണ്ടും 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 ദുഃഖിക്കും. അപ്പോ നമുക്കൊരു സന്തോഷത്തിനെ അങ്ങനെ സന്തോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് നമ്മളൊരു ദുഃഖത്തിനെ ഒരിക്കലും മറക്കാതെ കൂടെ കൊണ്ട് നടന്ന് അത് ആലോചിച്ച് വിഷമിക്കുന്നത്? അപ്പൊ നമ്മൾക്കുള്ള നല്ല കാര്യങ്ങൾ, നമുക്കുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമുക്കുള്ള സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെയും ഒന്നുമില്ലാതിരിക്കില്ലല്ലോ, എല്ലാവർക്കും ഉണ്ടായിരിക്കും കുറച്ചെങ്കിലും കാര്യങ്ങൾ. അത് ആലോചിക്കുക, അതിൽ സന്തോഷിക്കുക, ഉള്ളതിൽ സന്തോഷിക്കുക. അതാണ് എന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്ക് മാക്സിമം സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കും. അല്ലാതെ എന്തൊക്കെ നമുക്ക് ഇല്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, നമ്മൾ എപ്പോഴും സംതൃപ്തരാവില്ല. യെസ്, ഹാപ്പി ഓണം. എവിടെയാണ് ചോദിക്കേണ്ടത് നാസർ? ഞാൻ ഷാർജയിലാണ് നാസർ, ഇവിടെയാണ്, ഷാർജയിലാണ്. നാട്ടിലേക്ക് വരുന്നുണ്ട്, ഓണത്തിന് നാട്ടിലേക്ക് വരുന്നുണ്ട്. ഓണം നമുക്ക് നാട്ടിലല്ലേ പറ്റൂ. അപ്പോൾ ഒരു 4 ദിവസത്തിന് ഓണത്തിന് വേണ്ടിയിട്ട് മാത്രം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നാട്ടിൽ നിന്ന് എല്ലാവരും ഓണത്തിന് കാണാം. ഞാൻ അവിടുന്ന് ലൈവ് വരാം കേട്ടോ രാവിലെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പറയൂ. മങ്കി പോക്സിനെ പറ്റി ആർക്കൊന്നും ചോദിക്കാനില്ല അല്ലേ? സാജൻ പറയുന്നുണ്ട് ഇന്നത്തെ റീല് നന്നായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതൊക്കെ ഓരോ സന്തോഷല്ലേ. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ഇന്നിവിടെ എനിക്കാകെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ ഇവിടെ ഷാർജയിൽ. അപ്പൊ എല്ലാവരും പറഞ്ഞു നമുക്ക് ദുബായിൽ എന്തായാലും എല്ലാവരും ഓണത്തിന് ഇനി എല്ലാവരും ഉണ്ടാവില്ല, അപ്പൊ ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ രാവിലെ ഒന്ന് പോയി എല്ലാവർക്കും കൂടി ഒരു പൂക്കളൊക്കെ ഇടുക, ഒരു ഫോട്ടോഷൂട്ട് നടത്താം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാവിലെ റെഡി ആയപ്പോൾ എടുത്തൊരു റീല, ഒരു തമാശക്ക് റീൽ എടുത്തു വിട്ടു, അത്രേ ഉള്ളൂ. അതിലൊക്കെ എന്തൊക്കെ ഞാൻ അതിലെ കമന്റുകൾ വായിച്ച് കുറേ ചിരിച്ചു. കുറെ ആളുകൾക്ക് നമ്മുടെ വേഷവിധാനങ്ങൾ പറ്റുന്നില്ല, ഡോക്ടർ ആകെ മാറിപ്പോയി, ഡോക്ടറോടുള്ള ബഹുമാനം പോയി എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. തമാശയാണ് കേട്ടോ. അപ്പോ ഇപ്പൊ ഒരാളുടെ വേഷവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്ത് വേഷം ഇടണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമല്ലേ. ഞാനതിൽ ആരുടെ അഭിപ്രായം ചോദിക്കാറില്ല. എനിക്ക് എന്ത് ഇഷ്ടമുണ്ടോ അത് ഇടുക, അതേ ഉള്ളൂ. അത് നിങ്ങൾക്കൊക്കെ അതിനുള്ള അവകാശമുണ്ട്. അതിന് എന്തിനാണ് മറ്റൊരാളുടെ വേഷത്തിനെ വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്? ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരെ. അപ്പോൾ നമുക്കൊരു വേഷം കണ്ടു കഴിഞ്ഞാൽ ഈ വേഷം ഡോക്ടർക്ക് ചേരുന്നില്ല എന്ന് പറയാം, ഈ വേഷത്തിന്റെ ഡോക്ടറെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ചേരുന്നില്ല. പക്ഷെ ആ വേഷം ഇടരുത്, അല്ലെങ്കിൽ ആ വേഷത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര പിന്തിരിപ്പൻ പരിപാടികളാട്ടോ. അതൊന്നും ഞാൻ ഗൗനിക്കാറുമില്ല, ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുക്കാറുമില്ല. കാര്യം അതൊന്നും റിപ്ലൈ അർഹിക്കുന്നില്ല. അങ്ങനെ എന്റെ വേഷവിധാനം കണ്ട് എന്നോട് ബഹുമാനം പോവുകയാണെങ്കിൽ ആ ബഹുമാനം എനിക്ക് ആവശ്യമില്ല എന്നേ ഞാൻ പറയൂ. അങ്ങനെയുള്ള ബഹുമാനം എന്നോട് വേണ്ടെന്നേ. ഞാൻ എന്ന വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ബഹുമാനിക്കാൻ പറ്റുമെങ്കിൽ ബഹുമാനം എനിക്ക് നിർബന്ധമൊന്നുമില്ല, സ്നേഹമാണ് കാര്യം. ഞാൻ എന്ന വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അതിപ്പോ ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും ആ സ്നേഹം നിങ്ങൾക്ക് പോവില്ല.
അല്ലാതെ ഞാനിടുന്ന വേഷമാണ് നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്നേഹം എനിക്ക് ആവശ്യമില്ല എന്ന് ഞാൻ പറയും. അപ്പൊ ഞാൻ ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും പോയി എന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിനും ബഹുമാനത്തിനും അത്ര വിലയുള്ളൂ. ഞാൻ അതിന് അത്ര വിലയെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരാളുടെ വേഷം കണ്ട് അവരോട് സ്നേഹം വന്നു പോയി എന്നൊന്നും പറയാറില്ല. പിന്നെ ഒരു പൊതുമര്യാദയാണ് നമ്മൾ ഒരാളുടെ വേഷം കണ്ട് താഴെ വന്ന് അതിനെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതൊരു കോമൺ സെൻസും മര്യാദയുമാണ്. അതില്ലാത്തവരോട് മിണ്ടാതിരിക്കുക, റെസ്പോണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. രോഗത്തിന്റെ ആരംഭ ലക്ഷണങ്ങൾ ഞാൻ ഇതിന്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ ടോക്കിന്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടേ. യെസ്, വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പൂക്കളം ഇടുന്നുണ്ടോ ചോദിച്ചാൽ ഡെയിലി ഒന്നും പൂക്കളം ഇടുന്നില്ല കേട്ടോ. ഇന്നിപ്പോ ഞങ്ങള് ഫോട്ടോഷൂട്ട് ഉള്ളത് കാരണം ഇന്ന് ഞങ്ങൾ ഇവിടെ കോർണിഷിൽ പോയിട്ട് അവിടുത്തെ പുൽത്തകിടിയിൽ ഒരു പൂക്കളമൊക്കെ ഇട്ടു. പക്ഷെ ആ പൂക്കളം ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പൂക്കളം ഇവിടുന്ന് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് അല്ലെങ്കിൽ ഇവിടുത്തെ അധികൃതർ നമ്മളെ അകത്താക്കും. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ അങ്ങനെ തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ, അവർ വളരെ നീറ്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പൂക്കളം ഇട്ടു, അത് കഴിഞ്ഞ് അവിടെയൊക്കെ ക്ലീൻ ആക്കി പോന്നു. ഡെയിലി ഇവിടെ പൂക്കളറുടെ പരിപാടിയൊന്നുമില്ല. ചിക്കൻ പോക്സും മങ്കി പോക്സും തമ്മിൽ ബന്ധമൊന്നുമില്ല കേട്ടോ. രണ്ടും വൈറസ് ഉണ്ടാക്കുന്ന രണ്ട് സിമിലർ ആയിട്ടുള്ള രോഗങ്ങളാണ് എന്നുള്ളൊരു സിമിലാരിറ്റി മാത്രമേ ഉള്ളൂ. രണ്ടും രണ്ട് വ്യത്യസ്ത രോഗങ്ങളാണ്, വ്യത്യസ്ത വൈറസുകളാണ്. രോഗലക്ഷണങ്ങൾ ഒരുമാതിരിയൊക്കെ സിമിലർ ആണ്. കാര്യം പനിയും അതുപോലെ തന്നെ ഇങ്ങനെ ചിക്കൻ ബോക്സിലും ഇങ്ങനെ ഗ്ലിസ്റ്റർ അല്ലേ വരിക. സുഖമായിരിക്കുന്നു ദിനേഷ്? സുഖമായിരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? പിന്നെന്തൊക്കെയാണ്? അലി ഒന്ന് ഫസ്റ്റ് മുതൽ ഒന്ന് കാണൂ കേട്ടോ. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് പകരുന്നത്, എങ്ങനെയാണ് അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നത്, എല്ലാം ആദ്യം മുതൽ. ഇപ്പൊ ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിസ്സായവരെ ആദ്യം മുതൽ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. നമ്മൾ മങ്കി പോക്സിനെ പറ്റിയാണ് ഫസ്റ്റ് സംസാരിച്ചത്. ഇപ്പൊ നമ്മൾ വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്കൊരു വിശേഷം പറച്ചിലാണ് ഇപ്പോ. അപ്പൊ ശരി, എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സാജൻ പറയുന്നത് ഇടയ്ക്കൊക്കെ ഒരു എൻജോയ്മെന്റ് വേണം. പിന്നല്ലാണ്ട് ഡോക്ടർമാരായി എന്ന് വിചാരിച്ചിട്ട്, ഡോക്ടറാണ് വിചാരിച്ചിട്ട് നമുക്കിങ്ങനെ എയർ പിടിച്ച് നടക്കാൻ പറ്റുമോ? എന്നെ അതിനൊന്നും കിട്ടില്ല. ഏത് ജോലി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ജോലി, ബാക്കിയുള്ള സമയത്ത് നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം. ഏതൊരു മനുഷ്യനും വേണ്ടത് അതാണ്. നിങ്ങൾ ഏത് വലിയ ജോലിയാണ് എടുക്കണമെന്നുണ്ടെങ്കിലും ജോലി മര്യാദയ്ക്ക് ചെയ്യണം, ആത്മാർത്ഥമായി ചെയ്യണം. പക്ഷേ ജോലി മാത്രമല്ല ജീവിതം. ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷവും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിനും കൂടി കുറച്ച് സമയം കണ്ടെത്തുക, അതുകൂടി ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ജോലിയും സന്തോഷത്തോടു കൂടി ചെയ്യാൻ സാധിക്കൂ. അപ്പൊ ശരി, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി എന്തായാലും നമുക്ക് ഓണത്തിന് നാട്ടിൽ നിന്ന് നേരിട്ട് കാണാം കേട്ടോ. അപ്പോൾ ലവ് യു ആൾ, ബൈ.